ജീവൻ പോകുന്ന സമയം വരെ ഞാൻ അതിനെ പ്രമാണിക്കും. എന്നിട്ട് ഞാൻ പറയാം, ഞാൻ ഇതിന്റെ ന്യായപ്രമാണം കാക്കേണ്ടതിന് അതിനെ പൂർണ്ണഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിന് എനിക്ക് എന്ത് ചെയ്യണം? ബുദ്ധി നൽകണമേ എന്നാണ് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായി നിന്റെ വചനത്തെ അടിയന തന്നല്ലേ. ഞങ്ങൾ സങ്കീർത്തനക്കാരുടെ മനസ്സിലായി, ഓരോ ദിവസം വചനം കേൾക്കുമ്പോൾ ഒരു ഭക്തന്റെ ഭക്തി വർദ്ധിക്കും. വീട്ടിലിരുന്നാലല്ല ഭക്തി വർദ്ധിക്കുന്ന ദൈവവചനം ഭക്ഷിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ഭക്തി വർദ്ധിക്കുന്നത്. അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ പറയും, ഞാൻ പേടിക്കുന്ന നിന്നയെ താൻ എന്തോ ഒരു നിന്ന അനുഭവിക്കുന്നുണ്ടോ, താൻ നിന്ദിതനാണ്. താൻ പറയുന്നത് ആ നിന്നയെ എന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയണം. 42-ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് എനിക്ക് ഒരു ഉത്തരം പറയുവാനിടയായി തീരും. അപ്പം നിന്നയുള്ളപ്പോൾ ഒരു ഭക്തന്റെ ജീവിതത്തിന്റെ ഇടത്തണത്തിൽ അവൻ വചനത്തിൽ ആശ്രയിച്ചാൽ നിന്നെ നിന്ദിക്കുന്നവരുടെ നടുവിൽ നിനക്കൊരു മറുപടി തരുവാൻ ദൈവം തമ്പുരാൻ സഹായിക്കും. വിശുദ്ധ കാര്യങ്ങളെ ഉയർത്തി സന്തോഷമുള്ള ദൈവമക്കൾ വചനത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തില് നീ നിന്ദിക്കപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതിന്റെ നടുവിൽ നിന്നെ അനുഭവിച്ചാലോ നിനക്കൊരു മറുപടി തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിനെ സഹായിക്കുമെന്ന ഉറപ്പുള്ള ദൈവമക്കൾ രണ്ട് കരങ്ങളെ മടിച്ച് ഒന്ന് കർത്താവിൽ സന്തോഷിക്കാമെങ്കിൽ ഇന്ന് പകൽ നീ അനുഭവിക്കുന്ന ചില നിന്ദകളെ, ഇന്ന് പകൽ നിന്റെ ജീവിതത്തിനകത്ത് നീ അനുഭവിക്കുന്ന ചില ഭാരങ്ങളെ ഉരുട്ടി മാറ്റുന്ന ഒരു കർത്താവ് ഇന്ന് പകൽ സഭയ്ക്കകത്ത് വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് ശക്തിയോട് സ്തോത്രം പറയുന്നു. അപ്പം നിന്നെ അനുഭവിക്കുമ്പോൾ നമ്മൾ എവിടെ ആശ്രയിക്കണമെന്നായിരിക്കുന്നേ? ദൈവവചനത്തിൽ ആശ്രയിക്കണം. എന്നാൽ തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അത് കർത്താവിന്റെ നാമനിമിത്തം നമുക്ക് ചില നിന്ദകൾ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ, സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് നമ്മൾ ദൈവസഭയ്ക്കകത്താകുമ്പോൾ നമുക്ക് ചില നിന്ദകൾ അനുഭവിക്കേണ്ടി വരും. ആമേൻ. ആ വാക്യമാണ് യേശുക്രിസ്തു പറയുന്ന ഒരു വാക്യത്തിലേക്ക് നമുക്ക് വരാം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 22-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. വായിച്ചാട്ടെ. ലൂക്കോസ് 6:22. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദുഷിച്ചു ഭ്രഷ്ടരാക്കി നിന്ദിച്ചു നിങ്ങളുടെ പേർ വിടക്കുക എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ഭാഗ്യവാന്മാർ. അടുത്ത വാക്യം. ആ നാളിൽ സന്തോഷിച്ചു തുള്ളുവിൻ. നിങ്ങൾ സന്തോഷിച്ച് തുള്ളണം. കാരണം നിങ്ങൾ പെന്തിക്കോസിന് എന്തിനാ പോയെന്ന് ഒരാൾ നിന്നോട് ചോദിച്ചാൽ, അത് നിമിത്തം പിന്നെ അപമാനിക്കപ്പെട്ടാൽ, അത് നിമിത്തം നീ നിന്ദിക്കപ്പെട്ടാൽ, അപ്പോൾ നീ അധികമായി സന്തോഷിക്കണം, അധികമായി ആനന്ദിക്കണം. ഇന്ന് പകൽക്കാലം ദൈവനാമത്തിൽ ഞാനിങ്ങനെ പറയാം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നിന്ന വഹിക്കുന്ന ഏതെങ്കിലും ഇന്നൊന്നും ഇന്ന് പകൽ എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ദൈവത്തില് ഇന്ന് പകൽ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ അധികം സന്തോഷിക്കണം. ചേർന്ന ദൈവത്തിന് സ്തോത്രം പറയാമോ? ഇന്ന് പകൽ യേശുവിന്റെ നാമനിമിത്തം ആരെങ്കിലും ദുഷിക്കപ്പെടുന്നെങ്കിൽ, ആരെങ്കിലും പരിഹസിക്കപ്പെടുന്നെങ്കിൽ ഭാരപ്പെടണ്ട. ഇന്ന് പകൽ സ്വർഗ്ഗം നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ ചെയ്ത് നടത്തുവാൻ ദൈവത്തിന്റെ ശക്തിയോടെ വ്യാപാരം ചെയ്യാൻ പോകുന്നു. ആത്മാവിൽ പറഞ്ഞാൽ എത്ര പേരുടെ വാക്കുകൾക്ക് ഇന്ന് പകൽ കരങ്ങളെ തൊട്ട് എന്റെ ദൈവത്തിന് സ്തോത്രം പറയാമോ? ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയണേ. യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിൽ എന്റെ നാമത്തിനൊപ്പം അനേകർ നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾ സ്തോത്രം പറയണം, സന്തോഷിക്കണം. യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ നാമനിമിത്തം നിങ്ങൾക്ക് ചില ഭൗതിക നന്മകൾ നഷ്ടപ്പെടും. എന്താ നഷ്ടപ്പെടുന്ന? വീട്, നാട്, കൂടെ, ഇതൊക്കെ ഒരു പക്ഷേക്ക് നിനക്ക് നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഞാൻ അതിന് 100 മടങ്ങ് പ്രതിഫലം തരിക മാത്രമല്ല, നിങ്ങളുടെ പേര് നിത്യത്തിൽ കൂടെ എഴുതി ചേർക്കുന്ന ദൈവമാണ് ഞാനെന്ന് പറഞ്ഞാൽ ഇന്ന് മകൾ എത്ര പേർ അതിനോട് ചേർന്ന് കർത്താവിൽ സന്തോഷിക്കുന്നു? ആ കാര്യങ്ങളെ ഉയർത്തുന്ന ദൈവത്തിന്
അപ്പൊ ദൈവത്തെ നാം ആരാധിക്കാൻ ഇറങ്ങുമ്പോൾ നമുക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകാം. ഭൗതികമായ ചില നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ നഷ്ടപ്പെടാൻ. കർത്താവിൽ കൊരിന്തോസ് മാസ്റ്റർ പറഞ്ഞു, തന്റെ പ്രിയപ്പെട്ട പിതാവിനെ കുറിച്ചാണ് പറഞ്ഞത്. താൻ സ്തോത്രം ഒന്നുമില്ലാത്തവനായി ഒരു പെട്ടിയും എടുത്തുകൊണ്ട് പെന്തക്കോസ്ത് വിശ്വാസിയായി തീർന്ന താൻ ഒറ്റയ്ക്ക് താൻ ഇറങ്ങി പുറപ്പെട്ടു. അതിന്റെ അനന്തര ഫലമാണ് ദൈവം തന്നെ പട്ടണത്തിൽ ഉയർത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ടായി. ഞാനും എന്റെ വാഴക്കാലം പറയും, ദൈവത്തിന്റെ സ്തോത്രം, ഡൽഹി കോൺട്രാക്ടർ ആയിരുന്നപ്പോഴല്ല ദൈവം എന്നെ അനുഗ്രഹിച്ചത്. കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ പൂർണ്ണ സമാധാനത്താൽ അവൻ എന്നെ അനുഗ്രഹിക്കുവാനിടയായി. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് ശക്തിയോട് ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇന്ന് നമ്മളെക്കാലം കർത്താവിനെ മാനിക്കുന്ന ഒരു ദൈവത്തിനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. എന്നെ ഉയർത്തുന്ന ഒരു ദൈവത്തിനാണ് ഇന്ന് മകൾ ഞാൻ പരിചയപ്പെടുത്തുന്നത്. രണ്ട് സഭകളിലാണ് ഞാൻ എപ്പോഴെങ്കിലും അമേരിക്കയിൽ പോയാൽ സൂക്ഷിക്കണം. ഒന്ന് ഈ കർത്താസന്റെ സഭയിൽ അദ്ദേഹത്തിന്റെ വഴി കൂടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് ഒരു വാക്ക് പറയാം. അദ്ദേഹത്തിന്റെ ആ അനുഗ്രഹം കൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെങ്കിൽ അദ്ദേഹം ന്യൂയോർക്കിൽ അദ്ദേഹത്തിന്റെ വീട് ഏറ്റവും ഉന്നതമായ വീടാണ്. വീടിന്റെ വലിപ്പം പറയാനല്ല ഞാൻ പറഞ്ഞേ, ദൈവം അത്രത്തോളം അദ്ദേഹത്തെ മാനിച്ചു. നിങ്ങൾക്ക് ഇനി കേൾക്കണോ ഞാൻ അദ്ദേഹത്തെ കുറിച്ച്? അദ്ദേഹത്തിനോട് ഞാനൊന്ന് പറയുന്നത് തീർച്ചയായും പോകും. അദ്ദേഹത്തിന്റെ പിതാവ് മുമ്പേ പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ പിതാവ് ഒരു പെട്ടിയുമായിട്ട് ഇറങ്ങി തിരിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പിതാവിന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശാരീരിക നിലവാരം വളരെ ക്ഷീണിച്ചിരിക്കുക. അദ്ദേഹം പ്രായാധിക്യത്തിൽ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുക. എന്നാൽ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ നടക്കാനോ സഞ്ചരിക്കാനോ ഒന്നും കഴിയുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് നല്ല ഒരു ഓർമ്മശക്തി ഒന്നുമില്ല. ഇപ്പൊ പാസ്റ്റർ കൂടി എന്ന് കഴിഞ്ഞാൽ പാസ്റ്ററിനെ മോനായിട്ട് കാണാനുള്ള പരിചയപ്പെടാനുള്ള ആ ഒരു കണ്ടീഷനൊക്കെ അദ്ദേഹത്തിലില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം അദ്ദേഹത്തെ വിട്ടു കണ്ടു. തിരുമേശയുള്ള ദിവസം, സഭയിൽ കർത്തൃമേശയുള്ള ദിവസം അദ്ദേഹത്തെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ മാന്യമായ ഒരു കസേരയിൽ ഇരുത്തി ഒരുമിച്ച് ശുശ്രൂഷിക്കുന്ന ഒരു സന്തോഷം ഞാൻ കണ്ടിട്ടുണ്ട്. കേട്ടോ ദൈവമക്കളെ, ഇന്ന് പകൽ നിന്റെ മാതാക്കൾ ക്ഷീണിച്ചു പോകുമ്പോൾ അവരെ വെറുപ്പിക്കരുത്. അവരെ അതുപോലെ ശുശ്രൂഷിക്കുന്നതിന് അനുഗ്രഹം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കുര്യന്തോസ് പാസ്റ്ററിന്റെ ചാമൻ ഭവനം ഏറ്റവും ഉന്നതമായ ഒരു ഭവനം. ആ ഭവനം അടുത്ത സായിപ്പുമാർക്ക് പോലും ഇല്ലാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭവനവും അതിന്റെ അനുഗ്രഹം ദൈവം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നതിന് പുറകിലുള്ള രഹസ്യം ഒന്ന് മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന തലമുറ, രണ്ട് ദൈവത്തിന്റെ അഭിഷക്തന്മാരുടെ കാൽപാദങ്ങള് അവൻ ചവിട്ടുവാൻ ദൈവം അദ്ദേഹത്തിന് ഭാഗ്യം കൊടുത്തെങ്കിൽ അത് നിമിത്തം താൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ വിശുദ്ധ കരം ഉയർത്തി എന്റെ ദൈവത്തിന് സ്തോത്രം പറയണം. എന്താ ഞാൻ പറഞ്ഞത്? സാരം ദൈവത്തിന്റെ സ്തോത്രം. കർത്താവിനെ മാനിച്ചാൽ എനിക്കൊരു അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞ ആ നല്ല കാഴ്ചപ്പാട് താൻ കണ്ടുപിടിച്ചു. അത് മാത്രമല്ല, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ താൻ നല്ലൊരു സ്ഥാനം കൊടുക്കുന്ന നിമിത്തം അതുകൊണ്ട് അനുഗ്രഹം തന്റെ ഭവനത്തിൽ ദൈവം കൊടുത്തു. അതോർത്ത് ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. വിശ്വസിക്കുന്നവരെ കരമുയർത്ത് ദൈവത്തിന് ശക്തിയോടെ ബോധമില്ലാത്ത ആണ്ടി കട്ടിലെ കിടന്നോട്ടെന്ന് പറഞ്ഞ ചർച്ചാൻ ആരാധനയ്ക്ക് വരുന്ന കണ്ടില്ല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. നമ്മുടെയൊക്കെ ആയിരുന്നെങ്കിൽ ബോധമൊന്നുമില്ല. നീ അവിടെ കാണാൻ ഒരു സെർവന്റിനെ ആക്കി ചുരുണ്ടുകൂടി അവിടെ കാണാൻ ഒരു പുതപ്പും പൊതിച്ച് ഞായറാഴ്ച വരുന്ന ഒരു അപ്പനെയല്ല ഞാൻ കണ്ടത്. ഞാൻ അതുകൊണ്ട് ആ ശുശ്രൂഷ ഞാൻ പങ്കളത്ത് മറിച്ചിട്ടുള്ളതുകൂടെ ഞാൻ അങ്ങനെ പറഞ്ഞേ. എനിക്ക് വായിച്ചാൽ ഞാൻ പറയുന്നത്, ദൈവം നിനക്ക് കാണപ്പെടുന്ന ഒരു അപ്പനെ അമ്മയെ തന്നിട്ടുണ്ടെങ്കിൽ നീ അവരെ മാന്യമായി അവരെ ശുശ്രൂഷിക്കുന്നത്. കൈവരുന്ന ഒരു അപ്പനെയും അമ്മയും ഉണ്ടെങ്കിൽ അവരെ മാന്യമായി ശുശ്രൂഷിക്കണമെന്ന്. ഇല്ലെങ്കിൽ പോട്ടെ, സാരമില്ല. നീ അവരെ കരയിപ്പിക്കരുത്, അവരെ ദുഃഖിപ്പിക്കരുത്. അവര് മൂത്രത്തിൽ കിടക്കുന്ന കണ്ടേച്ച് നീ രക്തന്റെയും ഗ്ലോറി പറഞ്ഞ് ശാസിച്ചേച്ച് പോരരുത്. പോയി കുഴപ്പമില്ല. ന്യൂയോർക്കിന്റെ പട്ടണത്തിന്റെ അകത്തണത്തിൽ അദ്ദേഹത്തിന്റെ മാന്യമായ കെട്ടിടം, ഉന്നതമായ സായിപ്പുമാർ താമസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെട്ടിടത്തിൽ നടത്താൻ താമസിക്കും. ഞാൻ കെട്ടിടത്തിന്റെ വലിപ്പം പറഞ്ഞതല്ല, ദൈവം അദ്ദേഹത്തെ ഉയർച്ചയെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ടി വി ഒക്കെ പഠിക്കുന്നത് അവിടെ ഫീസ് പോലും മേടിക്കാറുണ്ടോ? കെട്ടിടത്തിന് കാശ് പോലും മേടിക്കാറുണ്ടോ? എത്രയോ കുഞ്ഞുങ്ങളെ ദൈവരാജ്യത്തിന് വേണ്ടി പഠിപ്പിച്ചു. അദ്ദേഹം എത്രയോ ആത്മാക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു. എന്താ
ദൈവത്തെ മാനിച്ചാൽ നിന്റെ തലമുറകളെ വാരിക്കൊടുക്കുന്ന ശുശ്രൂഷകരാക്കി മാറ്റുവാൻ എന്റെ ദൈവം ശക്തനാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്നോട് ചേർന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ആ കരങ്ങളെ അപേക്ഷിച്ച് ദൈവത്തിൽ സന്തോഷിക്കണം. ഇന്ന് പറഞ്ഞ് ദൈവത്തെ സത്യസന്ധമായി ഉയർത്തുവാൻ തയ്യാറായി ഇറങ്ങി തിരിച്ചാൽ ഒരു പക്ഷെ നിനക്ക് ഭവനം നഷ്ടപ്പെട്ടേക്കാം, ബന്ധുമിത്രാദികൾ നഷ്ടപ്പെട്ടേക്കാം, നാട്ടുകാർ നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ ദൈവത്തിനെ മാനിക്കുന്ന ഒരു സമയമുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ വിശുദ്ധ കരമുയർത്ത് ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ പട്ടണത്തിൽ ചെന്നാൽ അന്ന് ആദ്യം അദ്ദേഹം ചെന്നോന്നറിയുമ്പോഴേ ഉപവാസം കഴിഞ്ഞിട്ട് 3 ദിവസം. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആ ഭാഗത്ത് ഞാൻ താമസിക്കുന്നത് നിർബന്ധമാണ്. അത്രയ്ക്ക് നല്ല ഒരു മാന്യമായ കുടുംബം, അതായത് സാക്ഷ്യമുള്ള കുടുംബം, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് ദൈവം അദ്ദേഹത്തിന് കൊടുത്തത്. ഞാൻ പറഞ്ഞോട് വന്നിട്ട് സാറ് പിന്നെ ഇന്ന് പകൽക്കാലം സ്തോത്രം. നമ്മുടെ ജീവിതത്തിന്റെ അടക്കങ്ങൾ പലതും നമുക്ക് നഷ്ടമായേക്കാം. പക്ഷെ കുടുംബത്തിൽ ദൈവത്തിനെ അനുഗ്രഹിക്കുന്ന ഒരു നിമിഷത്തിലേക്ക് ദൈവം നിന്നെ നടത്തും. ദൈവത്തിന് സ്തോത്രം പറയാമോ? ശക്തിയോട് ഹല്ലേലൂയ പറഞ്ഞോട്. അതുപോലെ ഇവിടുത്തെ ചില സ്ഥാനമാനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. വാക്യം വായിക്കാം. ആമേൻ. 1 കൊരിന്ത്യർ 4:10 വാക്യം വേഗം പറയട്ടെ, മുന്നോട്ട് പോകാം. 1 കൊരിന്ത്യർ 4:10 ഇങ്ങനെ വായിക്കുന്നു, വേഗം വായിച്ചാട്ടെ. ക്രിസ്തു നിമിത്തം ഞങ്ങൾ ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ, ഞങ്ങൾ ബലഹീനർ. അനേകർ ബുദ്ധിമാന്മാരാണ്, അനേകർ മിടുമിടുക്കരാണ്, പക്ഷെ ഞങ്ങൾ ബലഹീനരാ. നിങ്ങൾ ബലവാന്മാർ, ഞങ്ങൾ പൗലോസ് പറയാം ഞങ്ങൾക്കിതൊന്നുമില്ല. നിങ്ങൾ വലിയ പേരും പെരുമയുള്ളവരാ. പക്ഷെ പൗലോസ് പറയാൻ ഞങ്ങൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. ഞങ്ങളുടെ പൗരത്വം ഇവിടെ അല്ല, ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ വിശുദ്ധ കരമുയർത്ത് ശക്തിയോട് ദൈവത്തിന് സ്തോത്രം പറയണം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ഈ സ്ഥാനമാനങ്ങളൊക്കെ ഇവിടെ നഷ്ടപ്പെട്ടാലും പൗലോസിനെ പിടിച്ച ഒരു കാര്യമുണ്ട്. പൗലോസിനോട് പറഞ്ഞതാണ്, ഞാൻ നിനക്ക് ചില കഷ്ടങ്ങൾ, ആമേൻ, എന്റെ നാമനിമിത്തമുള്ള ചില കഷ്ടങ്ങൾ. അങ്ങനെ വാക്യം വായിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം വായിച്ചോളെ. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ വാക്യമുണ്ടല്ലോ. 9-ാം അധ്യായം 16-ാമത്തെ വാക്യമുണ്ട്. പൗലോസിനെ കുറിച്ച് ദൈവം പറഞ്ഞത്, അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചത് ചില കഷ്ടതയിലൂടെ കൊണ്ടുപോകാനാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഒരു പട്ടുമത്തി അല്ല നമ്മുടെ വിഷയം, ഒരു വലിയ കൊട്ടാരമല്ല നമ്മുടെ വിഷയം. കർത്താവിനോട് നാം നിൽക്കുമ്പോൾ ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് ദൈവം നമ്മെ കൈപിടിച്ച് നടത്തുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. വിശ്വസിക്കുന്ന ആ വിശുദ്ധ കരമുയർത്ത് ദൈവത്തിന് സ്തോത്രം പറയണം. ഹല്ലേലൂയ. അപ്പൊ നമുക്കിവിടെ എന്തോ ഉണ്ട്, ചില കഷ്ടതകളൊക്കെ ഉണ്ട്. പൗലോസിനോട് പറയാ, ഞാൻ അവനെ വിളിച്ചത് ചില കഷ്ടതകളൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ. അതുകൊണ്ടാണ് മോശ പറഞ്ഞത്, ഫറവോന്റെ പുത്രിയുടെ മകനെന്ന പേരിനാൽ എനിക്ക് നിലനിൽക്കാമായിരുന്നു എന്ന് വായിക്കുന്നത് അല്ലേ? എബ്രായർ 11:26. ആമേൻ. സ്തോത്രം. ഫറവോന്റെ പുത്രിയുടെ, ആമേൻ, ഇവിടുത്തെ പ്രതാപമുള്ള രാജകുമാരിയുടെ പുത്രൻ എന്നുള്ള പേരിനാൽ എനിക്ക് വേണമെങ്കിൽ നിലകൊള്ളാമായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. വായിച്ചോളെ. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. അതുകൊണ്ട് ക്രിസ്തുവിന്റെ നിന്ന വലിയതെന്ന് ഞാൻ എണ്ണുകയും ചെയ്തതുകൊണ്ട് മോശയെ ദൈവം ഈ പട്ടണത്തിന്റെ അകത്തണത്തിൽ അവൻ നിന്ദിക്കപ്പെടുവാൻ ദൈവം അനുവദിച്ചില്ല. അനേകർ അവന്റെ നേരെ പിറുപിറുത്തുകൊണ്ട് ചെന്നപ്പോഴും സ്വർഗത്തിലെ ദൈവം അവരുടെ മുമ്പിൽ തന്നെ അത്ഭുതങ്ങളാൽ അവനെ നിറച്ചെടുത്തതുപോലെ ഇന്ന് മകൾ യേശുവിന്റെ നാമനിമിത്തം നിന്നെ അനുഭവിക്കുന്ന ഒന്ന് ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് മകൾ മനുഷ്യരുടെ മുമ്പിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ.
എന്ന് ഉറക്കെ പറഞ്ഞാൽ എത്ര വരുന്ന മകൾക്കാലം വിശ്വാസത്തോടെ ആ കരങ്ങളെ ഏറ്റെടുത്ത് അടിച്ച് ദൈവത്തിന് സ്തോത്രം പറയാം. കർത്താവിന്റെ നാമം നിമിത്തം നീ നിന്ദിക്കപ്പെടുമെങ്കിൽ ഒരു പ്രതിഫലം ദൈവം നിനക്ക് തരാൻ പോകുക, ഒരു ഉയർച്ച ദൈവം നിനക്ക് തരാൻ പോകുക. നിന്റെ കയ്യിലൂടെ ചില അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിൽ വെളിപ്പെടാൻ പോകുക. ഇന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് ശക്തിയെ സ്തോത്രം പറയുക. ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുവാൻ താൻ നിന്നില്ല, ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ തേജോമനായ ദൈവത്തിന്റെ തേജസ് കണ്ട് ആത്മാവിൽ ആരാധിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു ദൈവമോയില് മനുഷ്യരുടെ മുമ്പിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നവരായി തീരും. ഇന്നവരെല്ലാം സാധാരണക്കാരായി തീരുമെന്നല്ല, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മാറയുടെ അനുഭവങ്ങൾ നിന്റെ ഭവനത്തിൽ മാറിപ്പോകുവാൻ ഇടയാകും. ഇന്ന് പകൽ നീ ആരാധിക്കാൻ തയ്യാറായാൽ ഇന്ന് പകൽ നിന്റെ മാറയുടെ അനുഭവങ്ങൾ നിന്റെ ഭവനത്തിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ ഇടയാകും. എത്ര ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു, ഇന്ന് പകൽ നിന്റെ മുമ്പിലുള്ള ചെങ്കടലുകൾ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ നീ നടക്കാൻ തുടങ്ങുക. ഇന്ന് പകൽ സ്തോത്രം, അവർക്ക് കഴിയാത്ത ചില അത്ഭുതങ്ങൾ ദൈവം നിന്നോട് ചെയ്യുവാനിടയാകും. അവർ നടന്നാൽ നടക്കാൻ പറ്റത്തില്ല, എന്നാൽ നിങ്ങൾ ദൈവം നടത്തുവാൻ ശക്തരാണ്. വിശ്വാസത്തോടെ അതെ മോശം കൂട്ടങ്ങൾ നടന്നു, പക്ഷെ ഫറവോൻ നടന്നില്ല. അവർ ചെയ്തു നോക്കി, പക്ഷേ നടന്നില്ല. അവർ ചെങ്കടലിലേക്ക് കാണുന്നത്. ഞാൻ പറഞ്ഞിട്ട് വന്നത് ആമേൻ സ്തോത്രം. ഈ ലോകത്തിൽ നാം കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് നിന്നയുണ്ട്, പക്ഷെ ഓർത്തോ ദൈവത്തിന് അതിന്റെ പുറകിൽ നിനക്കൊരു അനുഗ്രഹം വരാൻ പോവുക. ഇന്ന് പകൽക്കാലം പലരും നിന്നോട് ചോദിച്ചേക്കാം, എന്തിനായി ഈ വലിയ ആർപ്പോടുള്ള ആട്ടത്തിനും കൂട്ടത്തിനും ഒക്കെ നടക്കുന്നത് ഒരുപക്ഷെ ചോദിച്ചേക്കാം. ഓർക്കണം, ഇന്ന് പകൽക്കാലം ചില അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകി തരാൻ പോകുക. വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാലം വിശ്വാസമുള്ള ദൈവമക്കൾ വിശുദ്ധ കാലം ഒന്ന് ഉയർത്തിപ്പിടിച്ചോട്ട് ഇന്ന് പകൽക്കാലം കർത്താവിന്റെ നാമത്തിൽ ഏതെങ്കിലും ഒരു നിന്ന നീ അനുഭവിക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം നിന്റെ പ്രിയപ്പെട്ടവരുടെ നടുവിൽ ഏതെങ്കിലും ഒരു നിന്ന നീ അനുഭവിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം എന്റെ സ്വർഗ്ഗം ചെയ്യാൻ പോകുക. ഈ ശ്വാസത്തോടെ കരങ്ങളെ അടിച്ച് ഒന്ന് കർത്താവിൽ സന്തോഷിച്ചോട്ട് ഇന്ന് പകൽ നിന്റെ പട്ടണത്തിലോ നിന്റെ കുടുംബത്തിലോ നിന്റെ കാഴ്ചകളുടെ നടുവിലോ നിന്റെ നടുവിലോ ഈശോയുടെ നാമം നോക്കാം. നീ നിന്നെ അനുഭവിക്കുന്നെങ്കിൽ എന്റെ മകൾ അനുഗ്രഹം തരുവാൻ എന്റെ ദൈവം ശക്തനാണ്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ നമുക്ക് നോക്കാം. അവൻ ദാവീദിന്റെ ചരിത്രമാണ് കർത്താവിന്റെ അഭിഷിക്തൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അതിനെക്കുറിച്ച് അല്പം കൂടെ പറയാമതാ. ദാവീദിന്റെ ചരിത്രത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 1 ശമൂവേൽ 17-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, അവരോട് അവൻ സംസാരിക്കുന്നത് തൈലക്കൊമ്പ് വീണ തെരഞ്ഞെടുക്കപ്പെട്ട ദാവീദ്. അവരോട് അവൻ സംസാരിക്കുന്നത് അവന്റെ മൂത്ത ജ്യേഷ്ഠൻ അവന്റെ സഹോദരന്മാർ കേട്ടപ്പോൾ ഏലിയാവ് കേട്ട് ദാവീദിനോട് കോപിച്ചു. അവനോട് കോപിച്ചു, നീ ഇവിടെ എന്തിനു വന്നു? നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ ആ കുറെ ആടുള്ളത്, മരുഭൂമിയിൽ കുറെ ആടുള്ളത് നീ ആരുടെ പക്കൽ വിട്ടേച്ചു? നീ ആരുടെ പക്കൽ ഇട്ടേച്ചു പോന്നു? നിന്റെ ജോലി മരുഭൂമിയിൽ കിടക്കുന്ന ആ ആടുകളെ മേയ്ക്കുവാനാ. ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചു സഹോദരന്മാർ അവനെ പരസ്യമായി ആമേ സ്തോത്രം നിന്ദിക്കുമ്പോൾ, തൈലക്കൊമ്പ് വീണ് അഭിഷേകമുള്ള ദൈവത്തില് നീ നിന്ദിക്കപ്പെടുവാൻ സ്വർഗത്തിന് ദൈവം അനുവദിക്കത്തില്ല. നിന്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം ഇന്ന് മകൾ ജീവിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് മകൾ ദൈവശക്തി വ്യാപരിക്കാൻ പോകുക. ഇന്ന് മകൾ ചുറ്റുപാടുകളുടെ നടുവിൽ നിന്റെ രക്തബന്ധങ്ങളുടെ നടുവിൽ ഇന്ന് മകൾ ഒരുപക്ഷെ നിന്നോട് ചോദിച്ചേക്കാം, ഇന്ന് മകൾക്ക് നിനക്ക് ദോഷങ്ങളില്ലയോ, നിനക്ക് കുന്തമണിയാൽ ചെയ്യുകയോ, നിനക്ക് ഉയർത്തുകയോ എന്ന് ചോദിക്കുന്നവരുടെ നടുവിൽ ഇന്ന് മകൾ നിന്നെ ഉയർത്തുന്ന ദൈവത്തിന്റെ ഭരണത്തിൽ വെളിപ്പെടുന്ന പകലായി ഇന്ന് മകൾ തീരാൻ പോകുക. ഈ ശ്വാസത്തോടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്വന്തം വരാണ്. എന്റെ ചോദ്യം, ദാവീദ് ഈ കാര്യം സഹോദരന്മാരുടെ മുമ്പിൽ പറയുന്നു. എന്താന്ന് പറയുന്നത് അറിയാമോ? ഞാൻ ഇവനെ 42-ാമത്തെ വാക്യം 42 ഫെലിസ്ത്യൻ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ, ഫെലിസ്ത്യനും
ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. ആരെ നിന്ദിച്ചു? ദാവീദിനെ നിന്ദിച്ചു. അടുത്ത വാക്യം. അവൻ തീരെ ബാലനും പവിഴ നിറമുള്ളവനും കോമളരൂപനുമായി. ഞാനിങ്ങനെ പറയാം, കൃപയുള്ള ഒരു ദൈവത്തിൽ ലോകം കാണുമ്പോൾ ഒന്നുമില്ലാത്തവളായി ഇരിക്കുന്നെങ്കിലും ഇന്ന് പറയുന്ന സ്തോത്രത്തിന്റെ ശക്തിക്ക് പട്ടണത്തിൽ വ്യാപാരം ചെയ്യുന്ന ചില പോരാട്ട ശക്തികളെ അഴിച്ചുവിടുവാൻ നിന്റെ മേൽ വ്യാപാരം ചെയ്യുന്ന ആത്മാവിന്റെ ശക്തിക്ക് കഴിയുമെന്ന് ഉറക്കെ വിശ്വസിക്കുന്നവർ അക്കരകളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തോട്ട് ഇന്ന് പകൽ വ്യാപാരം ചെയ്യുന്ന ചില ദുഃഖ പോരാട്ടങ്ങളെ ഈ പട്ടണത്തിൽ നമ്മൾ വ്യാപരിക്കുന്ന നിന്റെ കുടുംബങ്ങളെ വിട്ടുതരാതെ, നിന്റെ ഭവനങ്ങളെ ഏൽപ്പിച്ചു തരാതെ, നിന്റെ മിത്രങ്ങളെ ഏൽപ്പിച്ചു തരാതെ, നിന്റെ സഹപാഠികളെ ഏൽപ്പിച്ചു തരാതെ പോരാടി നിൽക്കുന്ന ചില പെരുത്ത ശക്തികളെ തകർക്കുവാൻ ഇന്ന് പറയുന്ന ആരാധനയുടെ ശക്തിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്വന്തം പറയട്ടെ. അവര് നോക്കുമ്പോ നീ ഒരു ബാലനെ പോലെ ഇരിക്കുക. പക്ഷെ ദൈവം പറയും, കുഞ്ഞെ, അവന്റെ മേല തെരഞ്ഞെടുപ്പും വെളിയും അഭിഷേകവും കിടക്കുന്നത്. നിന്നെ വെല്ലുവിളിക്കുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. നിങ്ങൾ കൈ കൊടുത്ത് പറയുന്നവർ നിങ്ങൾ ജയത്തിന്റെ ദിനമായി മാറാൻ പോകുക. എവിടെ നിന്നെ സഹോദരന്മാർ നിന്ദിച്ചവരുടെ നടുവിൽ, നിന്നെ പരിഹസിച്ചവരുടെ നടുവിൽ, നിന്നെ അപമാനിച്ചവരുടെ നടുവിൽ ഇന്ന് മകൾ നിന്റെ മേൽ കിടക്കുന്ന ദൈവകൃപയാൽ ഇന്ന് മകൾ വൻകാലങ്ങൾ നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോകുക. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ സ്തോത്രം പറയുമോ? ഇന്ന് മകൾ വന്നതുപോലെ പോകാനല്ല, ഇന്ന് മകൾ നിനക്കെതിരെ പോരാടുന്ന, നിന്റെ ഭവനത്തിനെതിരെ പോരാടുന്ന, നിന്റെ കുടുംബത്തിനെതിരെ പോരാടുന്ന ഈ ദിവസങ്ങളിൽ ഇന്ന് പകലിൽ ഇന്ന് പോരാടി വെല്ലുവിളിക്കുന്ന, നിന്റെ ശരീരത്തിന് പോരാടുന്ന, നിന്റെ ശരീരത്തിന് ഈ പട്ടണത്തിനകത്തിടത്തില് ആമേ നായ്ക്കൾക്ക് ഇരയാക്കി കൊടുക്കുമെന്ന് വാദിക്കുന്ന ഈ പോരാട്ടങ്ങളെ ശരീരത്തിൽ വെല്ലുവിളിക്കുന്ന, നിന്റെ ശരീരത്തിൽ പോരാടുന്ന, നിന്റെ മാംസത്തിൽ പോരാടുവാൻ നോക്കുന്ന, നിന്റെ വ്യക്തികളെ ഒടിച്ചു കളയുമെന്ന് വാദിക്കുന്നവരുടെ മുമ്പിൽ നിന്റെ മകൾ നീ ജയാളിയായി പോരാടുക. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ അടുത്ത് നിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? നിന്റെ ശരീരത്തെ വലിച്ചു കീറി ഇവിടുത്തെ നായ്ക്കുട്ടികൾക്ക് ഞാൻ ഇരയാക്കുമെന്ന് അവർ നിന്റെ ശരീരത്തോട് വാദിച്ചുകൊണ്ടെന്നാൽ ഇന്ന് പകൽ ഞാൻ എന്തിനാ പറയാൻ പോവാ? ഇന്ന് പകൽക്ക് നീ ആരാധിച്ച് മടങ്ങി പോകുമ്പോൾ നിന്റെ ശരീരത്തെ വാദിക്കുന്ന ചില രോഗബന്ധനങ്ങൾ ഇന്ന് പകൽ അഴിഞ്ഞുകൊണ്ടിരിക്കുക. നാളുകളായി നിന്റെ ശരീരത്തിനകത്ത് നിർത്തുമാറാകുന്ന നിന്റെ ജനത്തോട് പോരാടുന്ന ചില പോരാട്ട ശക്തികള് ഇന്ന് പകൽ അഴിച്ചുവിടുവാൻ യേശുവിന്റെ നാമത്തിലെ ശക്തികൾ അനേകരുടെ നടുവിലില്ല. എന്നാൽ നിന്റെ കിടക്കുന്ന ആത്മീയ ശക്തികൾ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവങ്ങളെ, ആത്മാവിന്റെ ശക്തിയാൽ ആരാധിക്കുന്ന ദൈവങ്ങളെ, ആത്മാവിൽ നിറയുന്ന ദൈവങ്ങളെ, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവങ്ങളെ, ഇന്ന് നമ്മൾ നിന്റെ ജനത്തോട് വാദിക്കുന്ന, നിന്റെ ആരാധനയോട് വാദിക്കുന്ന ഇന്ന് പല ഉയർപ്പന്റെ ശക്തികൾ ഇവിടെ ഇറങ്ങി വരിക. പുനരുത്ഥാനത്തിന്റെ ശക്തികൾ ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി വരിക. പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ ഇന്ന് പകൽ ജയിക്കാൻ പോവുക. പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ നീ ജയമെടുക്കുന്ന മകളാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്കാനാണോ? ആ വാക്ക് ഇങ്ങനെയാണ് വായിക്കണതിന് താഴോട്ട്. ദാവീദിന് മറുപടി കൊടുത്തു. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞ മറുപടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരയുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. ദാവീദ് ഫെലിസ്ത്യനോട് ഞാൻ നിന്നെ മാത്രമല്ല നിന്റെ സൈന്യത്തെ കൂടെ ഇവരോട് പറയുന്നത് നിന്നെ ആക്കുമെന്ന. ആമേൻ. ഫെലിസ്ത്യൻ പറയുന്നത് നിന്നെ ഞാൻ ശവമാക്കി ഇവിടുത്തെ നായ്ക്കുട്ടികൾ കിട്ടുകൊടുക്കുമെന്ന് പറയുമ്പോൾ ഇവൻ പറയുന്നത് നീ മാത്രമല്ല നിന്റെ കൂടെയുള്ള സൈന്യത്തെ കൂടെ ഇല്ലാതാക്കുന്ന ഒരു ദൈവിക ശക്തിയാണ് ഇന്ന് പകൽ ദൈവം എന്റെ മേൽ ഇട്ടിരിക്കുന്നത്. ഇന്ന് പകൽ കുഞ്ഞ ദൈവം തന്നെ പട്ടണത്തിൽ വിളിച്ചത്, അനേകായിരങ്ങളിൽ തെരഞ്ഞെടുത്തത്, അനേക കുടുംബങ്ങളിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചത്, അനേകർ കെട്ടപ്പെട്ട് ആരാധനയ്ക്ക്
ഭാഗത്ത് ഒതുങ്ങിക്കൂടി കിടക്കുമ്പോൾ ഇന്ന് പകൽ നിന്നെ തെരഞ്ഞെടുത്തത് ഇന്ന് പകൽ നിനക്ക് നേരെ ഉയരുന്ന ഒരു വ്യക്തിയെ മാത്രമല്ല, കൂട്ടമായി വരുന്ന ശക്തികളെ കൂടെ അടിച്ചുവിടുന്ന അഭിഷേകത്തിന്റെ ശക്തിയ ദൈവം നിങ്ങളെ പകർന്നിരിക്കുന്നത് വിശ്വസിക്കുന്ന ദൈവങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയണം. ഹല്ലേലൂയ പറയണം. ഒരു കാര്യമുണ്ട്, അവൻ പറഞ്ഞത് ഞാൻ ഒരാളെ നശിപ്പിക്കാൻ വന്നതല്ല, നിന്നെ മാത്രമല്ല നിന്റെ കൂടെയുള്ള സകല സൈന്യത്തെയും ഞാൻ ഇല്ലാതാക്കാൻ പോകും. അപ്പൊ ദാവീദിന്റെ അകത്തുള്ള കാഴ്ചപ്പാട് നോക്കണം. അവർ നീ മാത്രമല്ല, നിന്നോട് 1000-ഓ 10,000-ഓ എനിക്ക് നേരെ വന്നാലും ഇന്ന് പകൽ എന്റെ മാംസം തിന്നുവാൻ എടുക്കുമ്പോൾ നീ ഇടറി വീഴുവാൻ ഇടയാകും. കാരണം ദൈവം എന്റെ വെളിച്ചവും എന്റെ ബലവും എന്റെ സംഗീതമാകുന്നു. എത്ര പേര് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവരെ കരങ്ങളെ അടിച്ച് എന്റെ ദൈവത്തിന്റെ സ്തോത്രം പറ. ഇന്ന് പകൽ നിന്റെ അകത്തേക്ക് വിശ്വസിക്കുന്ന നിന്റെ അകത്തേക്ക് ദൈവിക ലോകശാന്തി വരില്ല. വിശ്വസിക്കുന്ന നിന്നിലേക്ക് ഇന്ന് പകൽ ദൈവിക കൃപ വിശ്വസിക്കുന്ന നിന്നിലേക്ക് ഇന്ന് പകൽ ദൈവശക്തിയ ഇന്ന് പകൽ അത്ഭുതങ്ങൾ നടക്കുന്നത് വിശ്വസിക്കുന്നവர்கள் ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമുക്കറിയാം, ദാവീദിനെ സഹോദരന്മാർ നിന്ദിച്ചു, ഫെലിസ്തീൻ നിന്ദിച്ചു. എന്നാൽ അതെല്ലാം അവിടെ നിൽക്കുമ്പോൾ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന 18:9 മുൻനിരയിൽ നിൽക്കുന്ന ആര്? ശൗല് പോലും തനിക്ക് നേരെ കണ്ണ് കടിച്ചു. അന്ന് മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടിയുണ്ടായി. ഇന്ന് പകൽ നിന്റെ അഭിവൃദ്ധിക്ക് നേരെ ഉയരുന്ന ചില കണ്ണുകടിയുടെ കെട്ടുകൾ ഇന്ന് പകൽ അഴിയാൻ പോകയാ. നിന്റെ തലമുറയുടെ ഭാവിക്ക് നേരെ ഉയരുന്ന ചില കണ്ണുകടിയുടെ കെട്ടുകൾ അഴിയാൻ പോകയാ. നിന്റെ തലമുറയുടെ ബുദ്ധിമണ്ഡലത്തിന് നേരെ ഉയരുന്ന ചില കെട്ടുകൾ ഇന്ന് പകൽ അഴിയാൻ പോകയാ. ഇന്ന് പകൽക്കുള്ള കെട്ടിന്റെ കണ്ണുകൾ പതിഞ്ഞു വെക്കുന്ന ചില കോട്ടകൾ ഇന്ന് പകൽ അഴിയാൻ പോകയാ. ശുശ്രൂഷ മണ്ഡലത്തെ കെട്ടുന്ന, ആരാധന മണ്ഡലത്തെ കൊണ്ടുന്ന, ആത്മീയതയുടെ മണ്ഡലത്തെ കൊണ്ടുന്ന ഇന്ന് പകൽ ചില കെട്ടുകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അഴിയാൻ പോകയാ. ജനത്തിന് സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. ആമേൻ. ഇസബേലിന് ആരുടെ തോട്ടം മതി? ആമേൻ. നാബോത്തിന്റെ തോട്ടം മതി. അവന് നാബോത്തിന്റെ തോട്ടത്തിന്റെ മേലാണ് ലക്ഷ്യം. നാബോത്തിന്റെ മുന്തിരി തോട്ടത്തിന്റെ മേലെ ലക്ഷ്യം എന്നുള്ളതുപോലെ ഇന്ന് പകൽ നിന്റെ നന്മയുടെ മേൽ ലക്ഷ്യമിടുന്ന ചില കണ്ണിന്റെ ശക്തികൾ ഇന്ന് പകൽ ആത്മാവിൽ ആരാധിക്കാൻ തയ്യാറായാൽ ഇന്ന് പകൽ നിന്റെ സൗന്ദര്യത്തിന് മേൽ ലക്ഷ്യമിടുന്ന ചില ശക്തികൾ, നിന്റെ ഭവനത്തിൽ ലക്ഷ്യമിടുന്ന ശക്തികൾ, നിന്റെ കുടുംബത്തിൽ ലക്ഷ്യമിടുന്ന ശക്തികൾ, ഓ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഉയർത്തുന്ന ശക്തികൾ ഇന്ന് പകൽ വെളിപ്പെടാൻ പോയ വിശ്വസിക്കുന്നവர்கள், ഓ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. മൂന്നാമതായി ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. 18-ാം 25-ാമത്തെ വാക്യം നോക്കിക്കേ. ഒരു വാക്യം കൂടെ 25-ാമത്തെ വാക്യം. അതിന് ശൗൽ രാജാവിന്റെ ശത്രുക്കൾക്ക് പ്രതികാരമാകുവാൻ തക്കവണ്ണം ഫെലിസ്ത്യരുടെ 100 അഗ്രചർമ്മമല്ലാതെ രാജാവ് യാതൊരു സ്ത്രീധനവും ആഗ്രഹിക്കുന്നു. എന്തോ മീക്കളിനെ കല്യാണം കഴിക്കുവാൻ, മീക്കളിനെ വിവാഹം കഴിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നത് എന്താ? ഫെലിസ്ത്യന്റെ അഗ്രചർമ്മയെ 100 പേരുടെ അഗ്രചർമ്മയാണ് ആവശ്യപ്പെടുന്നത്. അടുത്ത വാക്യം. രാജാവ് യാതൊരു സ്ത്രീധനവും ആഗ്രഹിക്കുന്നില്ല എന്നിങ്ങനെ, അല്ലാതെ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ നിങ്ങൾ ദാവീദിനോട് പറയണമെന്ന് കൽപ്പിച്ചു. അങ്ങനെ കൽപ്പിച്ചു. അടുത്ത വാക്യം. ഫെലിസ്ത്യരുടെ കയ്യാൽ ദാവീദിനെ വീഴുമാറാക്കണമെന്ന്. അതിന്റെ പുറകിലുള്ള ശൗലിന്റെ പാരപണി എന്താണെന്ന് ചോദിച്ചാൽ, ഏത് വിധേനയും ഇവൻ ഫെലിസ്ത്യന്റെ കയ്യിൽ അവൻ നഷ്ടപ്പെട്ടു പോകണം. ഇന്ന് പകൽ നിന്റെ കുടുംബത്തിന് നേരെ ഉയരുന്ന ചില വാദശക്തികൾ ഇന്ന് പകൽ അഴിയാൻ പോകയാ. ഇന്ന് പകൽ നാളുകളായി നിന്റെ ഭവനത്തിന്റെ മേൽ ഉയരുന്ന ചില വാദശക്തികൾ ഏത് വിധേനയും നിന്നെ ഇല്ലാതാക്കുവാൻ, നിന്നെ മെതിച്ചു കളയുവാൻ, നിന്നെ തകർത്ത് കളയുവാൻ ഉള്ളവരുടെ ശക്തി ഇന്ന് പകൽ നിന്റെ ഭവനത്തിന് നേരെ അലയടിക്കുമ്പോൾ ആരാധിക്കുന്ന ദൈവങ്ങൾ ജനപ്പെടുക. ദുരാത്മാ ഉള്ളവന്റെ ശക്തി നിന്റെ കുടുംബത്തിൽ നിന്ന് മാറാൻ പോവുക. ദുരാത്മാ ഉള്ളവന്റെ ശക്തി നിന്റെ ഭവനത്തിൽ നിന്ന് മാറാൻ പോവുക. ദുരാത്മാ ഉള്ളവന്റെ ശക്തി നിന്റെ തലമുറയിൽ നിന്ന് മാറാൻ പോവുക. ദുരാത്മാ ഉള്ളവന്റെ ശക്തി നിന്റെ ഭവനത്തിൽ നിന്ന് ഇന്ന് പകൽ മാറാൻ പോവുക. അങ്ങനെയാണെങ്കിൽ
ആണെങ്കിൽ ഇന്ന് പകൽ ഇറങ്ങാൻ പോവാ. നിനക്കെതിരെയുള്ള സകല പൗരോഹിത്യ പോരാട്ടങ്ങളും ഇന്ന് പകൽ ഉയർപ്പെട്ട ശക്തികൾ അറിയാൻ പോകയാ. ആത്മാവുള്ളവന്റെ ശക്തികൾ ഇന്ന് പകൽ നിന്റെ മുമ്പിൽ അറിയാൻ പോകയാ. ചോർന്നവന്റെ അഭിഷേകത്തിന്റെ ശക്തി നഷ്ടപ്പെട്ടവന്റെ ഇന്ന് പകൽ എതിർ പ്രാർത്ഥനകൾ നമുക്ക് നേരെ ഉയർന്ന ചില പോരാട്ടങ്ങൾ ഇന്ന് പകൽ അടിഞ്ഞു മാറാൻ പോകയാ. വിശ്വസിക്കുന്നവരെ കരങ്ങളെ അടിച്ച് എന്റെ ദൈവത്തിന് തോക്കാൻ പറയാമോ? ഇന്ന് പകൽ നിനക്ക് നേരെ വരുന്ന ചില ഭീഷണിയുടെ വാക്കുകൾ ഇന്ന് പകൽ നിനക്ക് നേരെ സങ്കല്പിക്കുന്ന ചില ഭീഷണിയുടെ വാക്കുകൾ ഉയരുന്ന ഭീഷണി വാക്കുകൾ ജീവിതം അറിയാതെ ഇന്ന് പറയുന്ന മതിക്കുവാൻ നോക്കുന്ന ചില കോട്ടകൾ ഇന്ന് പകൽ അറിയാൻ. ദാവീദ് ഇതൊന്നും അറിയുന്നില്ല എന്താ നടക്കാൻ പോകുന്നതെന്ന്. പക്ഷേ നീ ദൈവത്താൽ വിളിക്കപ്പെട്ട ദൈവവിധരായിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ആരാധിക്കാമെങ്കിൽ ജയം നിനക്കുള്ളതായിരിക്കും. ചേർന്നോ ദൈവത്തിന് ഹല്ലേലൂയ പറയാമോ? ശക്തിയോടുള്ള സ്തോത്രം പറഞ്ഞിട്ട് ഹല്ലേലൂയ. വേഗം മുന്നോട്ട് പോകട്ടെ. 2 രാജാക്കന്മാർ 2 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ കിടക്കുമ്പോൾ ശൗലിന്റെ മകളായ മീഖൾ പിടിവാതിൽ കൂടി നോക്കി. ദാവീദ് രാജാവ് യഹോവയുടെ മുൻപാകെ കുതിച്ച് നൃത്തം ചെയ്യുന്നത് കണ്ടു. തന്റെ ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. സ്വന്തം ഭാര്യ ആരെ നിന്ദിച്ചു? ദാവീദിനെ നിന്ദിച്ചു. ദൈവത്തിന് സ്തോത്രം. സ്വന്തം ഭാര്യ ആമേൻ ആരെ നിന്ദിച്ചു? ആമേൻ ദാവീദിനെ നിന്ദിച്ചു. ഞാനെന്ന് പറയട്ടെ, ഇന്ന് പകൽക്കാലം കർത്താവിന്റെ നാമനിമിത്തം നിന്നെ ആരെങ്കിലും നിന്ദിച്ചാൽ, നിന്നെ കുറിച്ച് അപവാദ വാക്കുകൾ പറഞ്ഞാൽ, ദൈവമില്ലാത്ത വാക്കുകൾ പറഞ്ഞാൽ, ശൗലിന് വന്ന അന്ത്യമായിരിക്കും അവന് വരാൻ പോകുന്നത്. വിശ്വസിക്കുന്ന ദൈവങ്ങൾ ആ വിശുദ്ധ കരമുയർത്ത ദൈവത്തിന് സ്വന്തം ഹല്ലേലൂയ. ശൗലിന് എന്തോ അന്ത്യം വന്നത്? അവന്റെ വാളാൽ തന്നെ അവൻ വീണ നഷ്ടപ്പെടുവാനിടയായി. ആമേൻ ദൈവത്തിന് സ്തോത്രം. ഓർക്കണം ദൈവത്തിലെ ആമേൻ ഒരു ഭക്തന് വിരോധമായി അവൻ പല കണികളും പല പാരകളും ആമേൻ ഭവനത്തിലോ ദേശങ്ങളിലോ ഒക്കെ ഒരിക്കലൊക്കെ അവന് കെണിയായി തീർന്നു. അതുകൊണ്ട് അഭിഷേകമുള്ളവന് ആമേൻ ഒരു വാക്കുകൊണ്ട് പോലും നീ വേദനിപ്പിക്കരുത്. ഒന്ന് കൈകൊടുത്തവർ അഭിഷേകമുള്ളവന് നീ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കരുത്. നിനക്ക് കെണിയായി തീരും. ബൈബിൾ പറയുന്നത് ശൗൽ ആമേൻ സ്തോത്രം മീഖൾ ആമേൻ സ്തോത്രം ദാവീദിനെ എന്ത് ചെയ്തു? നിന്ദിച്ചു. ആ നിന്ദയുടെ ഫലമായി ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നു, മീഖളിന് ദൈവം തലമുറയെ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അവന്റെ അങ്ങോട്ടുള്ള വാഗ്ദത്തങ്ങൾ ദൈവം അവരുടെ ജീവിതത്തിലെ വാഗ്ദത്തങ്ങൾ ചെയ്തു അടച്ചു കളഞ്ഞു. ചേർന്ന ദൈവത്തിന് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതുപോലെ ദാവീദിന്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ നിലവാരത്തിൽ അവന്റെ ജീവിതത്തിൽ നിന്ദകൾ അനുഭവിക്കേണ്ടി വന്നു. 15-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ നമുക്കറിയാം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അബ്ശാലോം പോലും അവന് നേരെ കുതികാലുയർത്തി. സ്വന്തം തലമുറ അബ്ശാലോം പോലും അവന് നേരെ കുതികാൽ ഉയർത്തുവാനിടയായി. ആ പറഞ്ഞു, ഇങ്ങനെയുള്ള അപ്പനെന്നവല്ല ഞാൻ, നിങ്ങളെല്ലാവരും എന്റെ പക്ഷത്തേക്ക് വാ, ഞാൻ കാര്യക്കാരനായി തീർന്നു. അപ്പൻ മകൻ അപ്പന് നേരെ ശബ്ദമുയർത്താൻ തുടങ്ങി. ബൈബിൾ പറയുന്നു, ഈ പ്രശ്നങ്ങളൊക്കെ ദാവീദിന്റെ മേൽ വന്നിട്ടും എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്, ദൈവം അവന്റെ മേൽ വാഗ്ദത്തം വർദ്ധിപ്പിക്കുകയായിരുന്നു. ഇന്ന് പകൽ ഏതെങ്കിലും നിലവാരത്തിൽ നിന്നെ അനുഭവിക്കുന്ന ഓർത്തോണം, ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ മേൽ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ വിശുദ്ധ കരമുയർന്ന ദൈവത്തിന് ശക്തിയോടെ സ്തോത്രം പറയണം. ഹല്ലേലൂയ. അപ്പൊ ഈ ലോകത്തിൽ നമ്മൾ നിന്ദകൾ അനുഭവിക്കുന്നെങ്കിൽ, ഭാരങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, വേദനകൾ അനുഭവിക്കുന്നെങ്കിൽ, യേശു നിമിത്തം നീ ഒരു ദുഷ്ടമേ ഭാരം അനുഭവിക്കുന്നെങ്കിൽ ഓർത്തോ, ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ മേൽ വർദ്ധിപ്പിക്കുകയാണ്. ആ വാക്യം വായിക്കാം. ആ വാക്യം വായിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് 2 ശമൂവേൽ 7-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ആകയാൽ നീ എന്റെ ദാസനായ ദാവീദിനോട് പറയേണ്ടതെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമായ ഇസ്രായേലിന്മേൽ പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്ന് ആടുകളെ നോക്കി നടക്കുമ്പോൾ തന്നെ എടുത്തു. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ പേർ പോലെ ഞാൻ, ഭൂമിയിലുള്ള
ദൈവത്തിന്റെ സ്തോത്രം. ഇത്രയും നിന്ദകൾ അനുഭവിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ ദൈവ പൈതലേ, നീ വചനത്തിൽ ആശ്രയിക്കാൻ അടുത്ത വാഗ്ദത്തം നിന്റെ മേൽ വെളിപ്പെടുവാനിടയാമോ. നീ ഭൂമിയിലുള്ള മഹാന്മാരുടെ പേരിനകത്ത് നിന്റെ പേര് ഞാൻ എഴുതി ചേർക്കുവാനിടയാമോ. വിശ്വസിക്കുന്ന ദൈവമക്കൾ വിശുദ്ധ കരമുയർത്ത ദൈവത്തിന് ശക്തിയോടെ ഒരു കാര്യം സത്യമായി, ഈ ലോകത്തിൽ നാം വിധിക്കപ്പെട്ടാൽ നമ്മൾ എന്താവും? കൈകൊടുത്താൽ നീ ഒരു മഹാനായി തീരുവന്നു. ദൈവത്തിന്റെ വാഗ്ദത്തം നിനക്കൊരു ഉയർച്ച പറഞ്ഞ നീ ഭൂമിയിലുള്ള ഉന്നതന്മാരുടെ നടുവിൽ ഞാൻ നിന്നെ മാന്യനാക്കും. 11ാമത്തെ വാക്യം വായിച്ച മോളെ വായിച്ചു. നിനക്ക് സ്വസ്ഥത നൽകും. അത്രയുമല്ല, യഹോവ നിനക്കൊരു ഗ്രഹമുണ്ടാക്കുമെന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആവിഷ്കാരം തിരിച്ചിട്ട് നിന്റെ പിതാക്കന്മാരോടുകൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. നോക്കിക്കോണേ, അവൻ എന്റെ നാമത്തിന് ഒരു ആലയം പണിയും. ഞാൻ അവന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന്റെ പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. ഇവിടെ എന്താ വാഗ്ദത്തം ശക്തമാണെന്നറിയാമോ? അവൻ പറയുന്നത് എങ്ങനെയാ? ദൈവം ഇങ്ങനെ പറയുന്നത്, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന തലമുറയെ കൂടെ ഞാൻ ഉന്നതന്മാരുടെ നടുവിൽ മാനിക്കുവാനിടയാകും. അന്ന് നോക്കിക്കോണേ, അന്ന് ശലോമോൻ ജനിച്ചിട്ടില്ല. ജനിക്കുന്നതിന് മുമ്പ് അവന്റെ തലമുറയ്ക്കുള്ള വാഗ്ദത്തം എഴുതി വെച്ചതുപോലെ ഇന്ന് പകൽക്കാലം കേൾക്കുന്ന ദൈവത്തിലെ യേശു നിമിത്തം നീ നിന്ദിക്കപ്പെടുന്നെങ്കിൽ ഭാരപ്പെടണ്ട. നിന്റെ തലമുറകൾക്ക് വേണ്ടിയുള്ള വാഗ്ദത്തം കൂടെ ചെയ്തു തരുവാൻ എന്റെ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം പറയാമോ? ഇനി എന്റെ കുടുംബത്തിൽ ജനിക്കാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടിയ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ എന്റെ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്നവരെ കരമടിച്ച് എന്റെ ദൈവത്തിന് ശക്തിയോടെ സ്തോത്രം പറയട്ടെ. അവൻ മഹാനാക്കി തീർക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ പറയാം, ഇവിടെ നമ്മള് ലോകക്കാർ നമ്മളെ കാണുന്ന ഒരു കാഴ്ച, നമ്മളെ പോഷന്മാരൊന്നും നമ്മെ അപമാനിക്കപ്പെടുന്ന നിലവാരത്തിൽ നമ്മൾ നോക്കുമ്പോൾ നിനക്ക് സ്വർഗത്തിൽ ഒരു മാന്യതയുണ്ട്. സ്വർഗത്തിൽ മാത്രമല്ല, ഈ ഭൂമിയിൽ നിന്റെ തലമുറകൾക്ക് ദൈവം ഒരു മാന്യത നൽകുവാൻ ഈ മാർച്ച് മാസം 31-ാം തീയതി ഈ മാസം ഇവിടെ അവസാനിക്കുമ്പോൾ ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, ഈ ദിവസങ്ങൾ നിന്റെ തലമുറകളിലേക്ക് ഞാൻ അനുഗ്രഹങ്ങൾ ദൈവം കൈമാറ്റം ചെയ്യാൻ പോവുകയാണ്. നിന്റെ ശത്രുക്കളെ കീഴടക്കുക മാത്രമല്ല, നിനക്ക് സ്വസ്ഥത നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഇന്ന് ഇവിടെ വെളിപ്പെട്ട് നിൽക്കുന്നുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങളെ അടിച്ച് അത് ദൈവത്തിന് ശക്തിയോടെ പറയുന്നു. ഒരു വാക്യം വായിച്ചേ, 1 കൊരിന്ത്യർ 4:14 വായിച്ചേ. നിങ്ങളെ നാണിപ്പാനല്ല, എന്റെ പ്രിയ മക്കളോട് എന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് എഴുതുന്നു. നിങ്ങൾ 1 കൊരിന്ത്യർ 4:14 നിങ്ങളെ നാണിപ്പാനല്ല, എന്റെ പ്രിയ മക്കളോട് എന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് എഴുതുന്നു. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 14 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരേറെയില്ല. ക്രിസ്തുവേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. ഞാനാണ് നിങ്ങളെ സുവിശേഷപ്രകാരം ജനിപ്പിച്ചത്. ആമേനിന്റെ പകൽക്കാലം ഓർത്തോണേക്കാൾ നമ്മളെ വീണ്ടെടുത്തത് യേശു ക്രിസ്തുവിന്റെ വചനമാണ്. അല്ലെങ്കിൽ യേശു ക്രിസ്തുവാണ് നമ്മളെ വീണ്ടെടുത്തത്. അവൻ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചത്, നിന്നെ അനുഭവിച്ചത്, നിന്റെ മേൽ കിടക്കുന്ന ശാപങ്ങളെ മാറ്റുവാനാണ്, നിന്റെ മേൽ കിടക്കുന്ന ആകൃത്യങ്ങളെ മാറ്റുവാനാ, നിന്റെ മേൽ കിടക്കുന്ന രോഗങ്ങളെ സൗഖ്യമാക്കാനാ അവൻ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചത്. അവൻ നമുക്ക് വേണ്ടി നിന്നെ അനുഭവിച്ചത്. അവൻ നമുക്ക് വേണ്ടി പരിഹാസ വിഷയമായി തീർന്നത്. മകൾക്കാലം വിശ്വസിക്കുന്ന ദൈവങ്ങൾ ആ വിശുദ്ധ കരങ്ങളെ വിളിച്ച് എന്റെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ എന്ന് നേരത്തെ മുൻകൂട്ടി എഴുതുക. യശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. യശയ്യാ 51. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും അവൻ വ്യസനപാത്രമായി തീർന്നു.
2013 വർഷങ്ങൾക്ക് മുമ്പ് അവൻ നമുക്ക് വേണ്ടി വ്യസന പാത്രമായി തീർന്നത്. ഇന്ന് പകൽ നീ അനുഭവിക്കുന്ന വ്യസനങ്ങള് പൊളിച്ചു മാറ്റുവാനാ എന്റെ യേശു നിനക്ക് വേണ്ടി വ്യസനപാത്രമായി തീർന്നതെന്ന് വിശ്വസിച്ചാൽ ഇന്ന് പകൽ നിന്നെ വ്യസനിപ്പിക്കുന്ന പ്രശ്നങ്ങൾ ഇന്ന് പകൽ അവിടെ നിന്ന് മാറിപ്പോകുമെന്ന ആത്മാവിന്റെ ദൂത പറഞ്ഞ ഇന്ന് പകൽ വ്യസനത്തോടെ വന്ന നിന്റെ വിഷയങ്ങളുടെ വിടുതൽ യേശു ശക്തനാണ്. വിശ്വസിക്കുന്നവരുടെ കാര്യങ്ങളോട് യേശു വ്യസന പാത്രമായി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വ്യസനം കൊണ്ട് നിറഞ്ഞ ഒരു മനുഷ്യദാസനായി അവർ തീർന്നു. എന്തിന്? ഇന്നും നീ അനുഭവിക്കുന്ന വ്യസനങ്ങൾ തുടച്ചു മാറ്റാൻ യേശു വ്യസനപുത്രനായി തീർന്നേ. നീ അനുഭവിക്കുന്ന നിന്ദകൾ തുടച്ചു മാറ്റുവാൻ യേശു കാൽവറിയിൽ കഷ്ടം സഹിച്ചു. എത്ര വരുന്ന പകൽക്കാലം വിശ്വസിക്കുന്നവർ യേശുവിലേക്ക് നോക്കി തുടങ്ങിക്കാണ്ട് ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്നിട്ടാണ് ഇന്ന് പകൽ നീ അനുഭവിച്ച